ആയുർവേദ ചികിത്സാ രീതി രോഗിയെ ശാരീരികപരമായി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ചില ആയുർവേദ ചികിത്സാ രീതിയിൽ രോഗി കൃത്യമായ ഒരു ചിട്ട നിലനിർത്തേണ്ടതുണ്ട്. ഭക്ഷണം, വ്യായാമം, വിശ്രമം എന്നിവയൊക്കെ. സാറിന്റെ ചികിത്സാ രീതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ചിട്ട പ്രതിപാദിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ചിട്ട വേണം. ആയുർവേദം കഴിക്കുന്ന സമയത്ത് കുറച്ച് ചിട്ടകൾ വേണം. ഭക്ഷണക്രമമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം പനി വരുന്ന സമയത്ത്, പനി വരുന്ന സമയത്ത് നമ്മുടെ മറ്റുള്ള ഭക്ഷണം, പാല്, ഇതൊക്കെ കഴിക്കുന്നത് തെറ്റാണ്. സാധാരണഗതിയിൽ ഇപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. മരുന്നും കഴിക്കും, പാലും ഭക്ഷണവും അതും ഇതും ഇറച്ചിയൊക്കെ കഴിക്കും. അത് പാടില്ല. പനിക്ക് ശരിക്കും പറഞ്ഞാൽ ലംഘനമാണ് പ്രധാനം. ലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ അത് ഭക്ഷണം കഴിക്കാതെ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പനി തന്നെ സ്വയമേവ മാറും. മനസ്സിലായോ? പനിക്കൊക്കെ നമ്മൾ മറ്റുള്ള അതൊക്കെ കൂടെ കഴിച്ചിട്ട് അവസാനം ആകെ തകരാറാവുക ചെയ്യുന്നത്. ഇപ്പം ചൈന തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ നാടൻ ചികിത്സയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട് അവിടുത്തെ ജനങ്ങളിൽ. അതേസമയത്ത് കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളും ഏറ്റവും കൂടുതൽ ആശുപത്രികളും ഏറ്റവും കൂടുതൽ ക്യാൻസറും പ്രമേഹവും ഒക്കെയുള്ള ഒരു രാജ്യമാണ് കേരളം. അപ്പോൾ അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം, ജീവിതത്തിൽ ചില ക്രമങ്ങൾ ഉണ്ടാക്കണം, ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തണം. എന്നാൽ മാത്രമേ രോഗത്തെ പരിപൂർണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ രോഗികളുടെ ഒരു സങ്കേതമാണ് കേരളം, മനസ്സിലായോ? അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്കൊരു ക്രിയാക്രമങ്ങൾ, ഒരു ചിട്ട, ഇതൊക്കെ ആവശ്യം.